കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം എന്റെ 30-ാമത്തെ വാക്യം. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഇന്നലെ ഞാൻ ഈ വചനം വായിച്ചത്, ഇന്നലെ പറഞ്ഞ മെസ്സേജ് അല്ല പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസലോ. ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദൈവം ചുറ്റും വിശ്രമം നൽകിയെന്നാണ് വായിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. പ്രൈസലോ. എന്താണ് രാജ്യം? എങ്ങനെയാണ് സ്വസ്ഥത വന്നത്? പ്രൈസലോ. നമുക്കറിയാം, യഹൂദ ഭരിച്ച സകല രാജാക്കന്മാരിലും വെച്ച് യഹോശാഫാത്ത് അധികം ഭയഭക്തിയും ജനങ്ങളോട് വളരെ ആദരവുമുള്ളവനായിരുന്നു. അല്ലേ? യഹൂദ ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചതാണ്. എന്നാൽ യഹോശാഫാത്തിന്റെ കാലഘട്ടം വന്നപ്പോൾ അതിന് മാറ്റം ദൈവം കൊണ്ടുവന്നു. അവൻ വളരെ ദൈവഭക്തിയും ജനങ്ങളോട് ആദരവുമുള്ളവനായിരുന്നു. അവന്റെ കാലത്ത് യഹൂദയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നല്ല സമാധാനമായിരുന്നു. യഹോശാഫാത്തിന്റെ കാലത്ത് യഹൂദയ്ക്കും ഇസ്രായേലിനും നല്ല സമാധാനം. തന്റെ ദേശത്തിൽ നിന്ന് സകല വിഗ്രഹങ്ങളെയും പൂജാഗികളെയും അകറ്റിക്കളഞ്ഞു. അവർ കർത്താവിനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അത് മുഖാന്തരം എന്ത് ചെയ്തു? യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ യഹൂദയിലും ഇസ്രായേലിലും വളരെ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. പ്രൈസലോ. ഈ ദൈവവചനം വായിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, യഹോശാഫാത്ത് എന്ന് പറയുന്ന വ്യക്തി യഹൂദ ഭരിച്ചപ്പോൾ അവിടെ ഇത്രമാത്രം സ്വസ്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? പ്രൈസലോ. കുടുംബം ഭരിക്കുന്നത് ആരാണ്? കുടുംബനാഥൻ, വീട്ടിലെ പുരുഷനല്ലേ. ഇന്ന് പുരുഷനെ പോലെ സ്ത്രീ ഭരിക്കുന്നവരുമുണ്ട്. പ്രൈസലോ. പുരുഷൻ കുടുംബം ഭരിക്കുന്ന കുടുംബത്തിനകത്ത് സ്വസ്ഥത വരണം. ആ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരണമെങ്കിൽ യഹോശാഫാത്തിനെ പോലെ ദൈവഭക്തിയുള്ളവരായിരിക്കും കുടുംബനാഥൻ. കല്ല് കുടിച്ച് നടക്കുന്ന വീട്ടിലെ പേരല്ല പറഞ്ഞത്. കല്ല് കുടിച്ചും പുകവലിച്ചും തെരുവ് പറഞ്ഞ് അടിയുണ്ടാക്കി കരവുണ്ടാക്കി വീട്ടിൽ കരവുണ്ടാക്കി പലവിധമായ ബന്ധം നടത്തി സ്ഥാപിച്ച് നടക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്. അല്ലേ? യഹോശാഫാത്തിനെ പോലെ ഭയഭക്തിയും കർത്താവിനോട് കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കുടുംബം സ്വസ്ഥമായിരിക്കും. അല്ലേ? നമ്മുടെ രണ്ടാമത് നമ്മുടെ സഭയിൽ എന്താണ് സ്വസ്ഥതയില്ലാതെ വന്നത്? സഭയ്ക്കകത്ത് സ്വസ്ഥതയില്ലാതെ ദൈവഭക്തിയും ദൈവവും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് അല്ലേറിയ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു കത്തോലിക്ക പള്ളിയിലെ ഓർത്തഡോക്സ് സഭാത്തിൽ ഭയങ്കര അട്ടിനടക്ക് പുരോഹിതന്മാരെ തമ്മിലടിക്കുന്ന കലഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? സഭയ്ക്കകത്ത് സ്വസ്ഥത, ദൈവത്തെ ഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ സഭയിൽ കുറഞ്ഞപ്പോൾ പള്ളികൾക്കകത്തും പുരോഹിതന്മാർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. എത്ര ലജ്ജാവുകയല്ലേ അത്! ക്രൈസ്തവ സഭയിലും ഞങ്ങളുടെ പെന്തക്കോസ്തിനകത്തും അങ്ങനെ തന്നെ. കഴിഞ്ഞ കണ്ടില്ലേ, ഞങ്ങളുടെ ഇടയിലും കണ്ടില്ലേ. സഭയ്ക്കകത്ത് ദൈവഭക്തിയും ജനങ്ങളോടുള്ള ആദരവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സാത്താൻ പ്രവർത്തിക്കും. അവിടെ കലഹം ഉണ്ടാകും. ഈ നമ്മുടെ സമൂഹത്തിൽ വിവിധ ജോലി മേഖലകളിൽ സംഘടനകളിൽ നിങ്ങൾ നോക്കിയാട്ട് സ്വസ്ഥതയുണ്ടോ? എന്തുകൊണ്ടാണ് തമ്മിലടി കലഹവും? ഇവിടെ കേരളത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? കേരളം ഭരിക്കുന്ന രാജാവ് യഹോശാഫാത്ത് രാജ്യം ഭരിച്ചപ്പോൾ യഹൂദയ്ക്കും ഇസ്രായേലിനും ഇടയിൽ വലിയ സ്വസ്ഥതയായിരുന്നു. കേരളത്തിന് സ്വസ്ഥതയുണ്ടോ? അല്ലേ? കേരളത്തിന് സ്വസ്ഥതയില്ല. കാരണം കേരളത്തിൽ ദൈവത്തെ ഭയമുള്ള, ഭയഭക്തിയുള്ള നേതാക്കന്മാരില്ല. അല്ലേ? സ്തോത്രം. അതുകൊണ്ട് കേരളം അരാജകത്വത്തിനകത്താണ്. ഭാരതം എന്ന് പറഞ്ഞതിൽ കണ്ടില്ല, ഭാരതത്തിൽ സമാധാനമുണ്ടോ? എന്തുകൊണ്ട്? ദൈവഭക്തിയില്ല. ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടി പിടിച്ചവരെ കൊന്നൊടുക്കിയവരെ ജയിലടച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരനുഭവം നടക്കുകയാണ്. അല്ലേലിയ. റോമാ നഗരത്തിന് തീ പിടിച്ചപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറഞ്ഞ പോലെ അനവധി ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ സന്യാസികളെയും ക്രൈസ്തവ വിശ്വാസികളും വേട്ടയാടി പിടിച്ച് അവരെ കൊന്നൊടുക്കുമ്പോൾ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന വീഞ്ഞു കുടിച്ചും പള്ളിവേടയിൽ വീഞ്ഞു കുടിച്ചും AC റൂമുകളിലും സൗദങ്ങളിലും മട്ടുപ്പാവിലും ഇരുന്ന് കണ്ടു രസിക്കുകയാണ്. സ്വസ്ഥതയുണ്ടോ നമ്മുടെ രാജ്യത്തിനകത്ത്? അല്ലേ? ലോകരാജ്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുക. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളാണ്, യുദ്ധസുഹൃത്തുക്കൾ.
ലോക രാജ്യങ്ങൾ മുഴുവൻ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം മുഴുവൻ എടുത്ത് അന്യ രാജ്യങ്ങളിലൊക്കെ യുദ്ധായുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ബോംബുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും എന്നുവേണ്ട എല്ലാ വെടിക്കോപ്പുകളും വാങ്ങിക്കൂട്ടുക. ലോകരാജ്യം സമാധാനമുണ്ടോ? അപ്പൊ ഒന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്വസ്ഥതയില്ല, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. 3, നമ്മുടെ സഭയിൽ സ്വസ്ഥതയില്ല. 4, നമ്മുടെ ജോലി മേഖലയിൽ സ്വസ്ഥതയില്ല. 5, നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ. നമ്മൾ ചിന്തിച്ചു നോക്കിയില്ല സ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണ്? ദൈവഭയം ഇല്ലാത്തവരും ദൈവഭയം ഉണ്ടെന്ന് നടിക്കുന്നവരും സ്ഥാനമാനങ്ങൾ കയ്യേറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ യഹൂദ ഭരിച്ച യഹോശാഫാത്ത് രാജ്യം ഭരിക്കുമ്പോൾ അവൻ ദൈവഭക്തിയിൽ നിറയപ്പെട്ടവനായിരുന്നു, ദൈവത്തോട് അനുസരണമനുഭവമുള്ളവനായി, ദൈവത്തെ അനുസരിച്ച് പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ടു, പ്രമാണങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തു, പ്രമാണത്തിന് അടിസ്ഥാനമായ ഭരണങ്ങൾ നടത്തി. അതുകൊണ്ട് യഹൂദിയിലും ഇസ്രായേലിനും ഇടയിൽ ആ കാലഘട്ടത്തിൽ സമാധാനമായിരുന്നു. അവർ കർത്താവിനെ ആത്മാവിശ്വത്തിലും ആരാധിച്ചു, നീക്കേണ്ടതിനെ എല്ലാവരും നീക്കിക്കളഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തില് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാര് ഹല്ലേലൂയ ഒരുപാട് ബൈബിൾ കാണാതെ പഠിക്കും. ഹല്ലേലൂയ, ബൈബിൾ കാണാതെ പഠിച്ചിട്ട് അവർ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഫുൾപിറ്റും പള്ളിമേടുകളിൽ കയറി ഇറങ്ങി അവർ ദൈവവചനം പഠിച്ചെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അവർ വോട്ട് വാങ്ങിയെടുക്കും. പെന്തക്കോസ്തുകാർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്തെല്ലാം കപടം പറ്റി, കാപട്യം പറ്റി ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇപ്പൊ അനുഭവിക്കുക. ഇപ്പോൾ അനുഭവിച്ചു. നിങ്ങൾ തന്നെയല്ലേ എല്ലാം ചെയ്തത്. പെന്തക്കോസ്തുകാരാ, ക്രൈസ്തവ വിശ്വാസിയെ എന്നിട്ട് പറയട്ടെ, നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു വോട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സമ്മതിദാന അവകാശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് രേഖപ്പെടുത്താം, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ദൈവസഭയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത്, പള്ളികൾ രാഷ്ട്രീയത്തിലേക്ക് വരരുത്, ദൈവസഭ രാഷ്ട്രീയത്തിലേക്ക് വരരുത്, പള്ളിക്കകത്തും ദൈവസഭയ്ക്കകത്തും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇടം കൊടുക്കരുത്. തവള കരയുന്നതിന് അതിന് പ്രത്യേകം നമ്മൾ ട്യൂഷൻ എടുക്കണ്ട. തവള കരയാൻ വേണ്ടി പ്രത്യേകം ട്യൂഷൻ എടുക്കുക. മഴ പെയ്യുമ്പോൾ തവള ഇങ്ങനെ കരച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാർക്ക് നമ്മൾ ഉപദേശം പറഞ്ഞു കൊടുക്കണ്ട. അവർ ബുദ്ധിയുടെ പ്രമാണം, ബുദ്ധി കൊണ്ട് ഒരുപാട് ബൈബിൾ കാണാപ്പാടം പഠിച്ചിട്ട് ആ ബൈബിൾ ദൈവസഭയ്ക്കകത്ത് പറയുമ്പോൾ വിശ്വാസികളോട് ഇതെല്ലാം വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവരായിരിക്കുമെന്ന്. ഇപ്പം കണ്ടില്ലേ, രക്ഷിക്കപ്പെട്ടവരുടെ സ്വഭാവമാണോ കാണിക്കുന്നത്? ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, നമ്മുടെ ദേശം സമാധാനം വേണമെന്ന്, ദേശം സ്വസ്ഥത വേണം. യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിന് പോലും നമ്മുടെ സ്വസ്ഥതയുള്ളൊരു രാജ്യം, സ്വസ്ഥതയുള്ള ലോക രാജ്യങ്ങൾ, അല്ലെങ്കിൽ ദൈവഭയമുള്ള ആളുകൾ രാജ്യത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ വരണം. പ്രൈസറോ. കഴിഞ്ഞിടെ നമ്മൾ കണ്ടില്ലേ, ഒരു രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ ദൈവത്തെ വീണ് നമസ്കരിക്കുന്നത് കണ്ടില്ലേ? ഹല്ലേലൂയ. ആ രാജ്യത്തിന്റെ നിയുക്ത പ്രസിഡന്റ് അധികാരം ഏൽക്കാൻ പോകുമ്പോൾ ആദ്യം അദ്ദേഹം ശക്തമായി ദൈവവചനം എടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചത്, ഞങ്ങളുടെ രാജ്യം ക്രിസ്തുവിന്റെ രാജ്യമാണ്, ഞങ്ങളുടെ രാജാവ് ക്രിസ്തുവാണ്. ആ പ്രസിഡന്റ് പറയുക, ഞാൻ ഈ രാജ്യത്തിന് പ്രസിഡന്റ് ആണെങ്കിൽ പോലും എനിക്ക് മുകളിലൊരു പ്രസിഡന്റ് ഉണ്ട്, അതെന്റെ കർത്താവാണ്, രാജാതി രാജാവാണെന്ന് പറഞ്ഞ് രാജാതി രാജാവിന് മഹത്വം കൊടുത്ത ഒരു രാജ്യത്തെ, അങ്ങനെ 1-2 രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ദാവീദ് രാജാവ് എന്താണ് പറയുന്നത്? ദാവീദ് ഇസ്രായേലിന്റെ രാജാവാണ്. 40 വർഷം 6 മാസം ഇസ്രായേലിന്റെ യഹൂദയെ ഭരിച്ചെങ്കിലും ദാവീദ് രാജാവ് പറഞ്ഞു, യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ദാവീദ് ഇടയനാണെങ്കിൽ പോലും ദാവീദ്, എനിക്ക് മുകളിലൊരു ഇടയനുണ്ട്. ഹല്ലേലൂയ. ദാവീദിന്റെ കാലഘട്ടത്തിലും ജനം സ്വസ്ഥമായിട്ട് ജീവിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ചില അസ്വസ്ഥകൾക്ക് ദൈവനിയോഗം നമുക്കൊരു പാഠമായിട്ട് വെച്ചിരിക്കുന്ന, ഞാനങ്ങനെ കിടക്കുന്നില്ല. അപ്പൊ ഇവിടെ യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ രാജ്യം സ്വസ്ഥമായിരുന്നു. ഈ രാജ്യം എന്താണെന്ന് നമ്മൾ അറിയാം, നമ്മൾ അതിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ ആകിയാൽ കർത്താവ് യഹോശാഫാത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, ശത്രുക്കളെ കീഴടക്കി. യഹോശാഫാത്ത് ഉപവാസം ചെയ്തു, ജനമെല്ലാം യഹോശാഫാത്തിനോട് ഉപവസിച്ചു. ദൈവം എന്ത് ചെയ്തു? ശത്രുക്കളെതിരെ യുദ്ധം ചെയ്തു, ശത്രുക്കളെ കീഴടക്കി. അല്ലെ, യഹോശാഫാത്ത് യെരൂശലേം ദേവാലയത്തിനായി അനേക പുരോഹിതന്മാരെ നിയമിച്ചു. അതെ, ഒരു അലുയ സ്തോത്രം, ഒരു മനുഷ്യനും വിശ്രമം ആവശ്യമാണ്, എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് മനസ്സിലാക്കി. യഹോശാഫാത്ത് ഒരുപാട് പുരോഹിതന്മാരെ നിയമിച്ചു. അല്ലെങ്കിൽ സകല മനുഷ്യർക്കും ഒരു വിശ്രമം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ദേശത്തിനും വിശ്രമം ആവശ്യമാണെന്ന് യഹോശാഫാത്ത് മനസ്സിലാക്കി തന്റെ ദേശത്തെ വിശ്രമത്തിലേക്ക് വഴി നടത്തി. ഹല്ലേലൂയ. അപ്പൊ സകല മനുഷ്യർക്കും വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമത്തിന് വേണ്ടിയിട്ട് യഹോശാഫാത്ത് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ആ സമയത്ത് വിദേശ യുദ്ധങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും ഉണ്ടായിരുന്നില്ല. യഹോശാഫാത്ത് യഹൂദയും ഇസ്രായേലിനും ഭരിക്കുന്ന സമയത്ത്, യഹൂദ ഭരിക്കുമ്പോഴേ
ആ കാലഘട്ടത്തിൽ രാജ്യത്തെങ്ങും യുദ്ധങ്ങളില്ല, ആഭ്യന്തര കലാപങ്ങളില്ലായിരുന്നു. ഇന്നെന്താ നടക്കുന്നത്? ഇന്നും രാജ്യം ഭരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരുണ്ട്. യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയില്ല. എവിടെയാണ് ജനത്തിന് സ്വസ്ഥത? ഈ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും പൊട്ടി പുറപ്പെടുമ്പോൾ ദേശത്തിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളെ സമാധാനം നഷ്ടപ്പെട്ട് രക്തപ്പുഴയായി ലോകരാജ്യങ്ങൾ മാറുമ്പോൾ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരായ ജനങ്ങളാണ്. പ്രൈസലോ. ഓരോ രാജ്യത്തിന്റെ പ്രതിനിധികളെ രാഷ്ട്ര നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന ജനം ഇന്ന് ഒരു മണ്ടന്മാരാ. ഇപ്പൊ ജനം റോഡിൽ തെരുവിലിറങ്ങി പ്രകടനം നടത്തുക. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാരെ, ഇന്ന് തെരുവിലിറങ്ങി നീ പ്രകടനം നടത്തുവാൻ അല്ലെങ്കിൽ കെരോവ ചെയ്യുവാൻ നിനക്ക് നാണമില്ലേ? പ്രൈസലോ. അല്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കേരളം മുഴുവൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിലാണ്. കേരളം മുഴുവൻ ജലപ്രളയ ദുരന്തത്തിലാണ്. നമ്മുടെ രാജ്യം ഉൾപ്പെടെ ദുരന്തത്തിലോ. ലോകരാജ്യം മുഴുവൻ അധാർമികയിലും അശുദ്ധിയിലും അന്ധകാരത്തിലും യുദ്ധസന്നാഹങ്ങളാൽ യുദ്ധപുതിയന്മാരെ നിറയപ്പെട്ട് രക്തപ്പുഴ കൊണ്ട് നിറയപ്പെട്ട രാഷ്ട്രങ്ങൾ, അനവധി ആളുകളെ, നിരപരാധികളെ രക്തം ചുരിക്കപ്പെട്ട ഈ ലോകം, ഈ മണ്ണ്, ഈ രക്തങ്ങളെല്ലാം ഇവിടെ കിടന്ന് നിലവിളിക്കുക. ഈ രക്തങ്ങളെല്ലാം കിടന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം മൗനമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം രാജകത്വം വരുന്നത്? പ്രൈസലോ. എന്തുകൊണ്ടാണ് കേരളം ഇത്രമാത്രം ന്യായവിധിയുടെ കടന്നു പോകുന്നത്? നമ്മുടെ കേരളത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നു. കാണില്ല. മനുഷ്യൻ സ്വയം പരമാധികാരികളായി മാറിക്കൊണ്ട് ജനത്തെ ഇല്ലായ്മപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ രക്തം തളം കെട്ടി നിൽക്കുന്ന ഭൂമിയിലേക്ക് ദൈവത്തിന് ന്യായവിധി വെളിപ്പെടുക്കട്ടോ. അല്ലേ? അപ്പൊ യോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ വിദേശ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഇല്ലായിരുന്നു. വിശ്രമത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് വെച്ചാൽ യുദ്ധങ്ങളില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വിശ്രമത്തിന്റെ പ്രാധാന്യത എന്താണ്? യുദ്ധങ്ങളില്ലാത്ത, ക്ഷാമങ്ങളില്ലാത്ത, ഭൂകമ്പങ്ങളില്ലാത്ത, സുനാമികളില്ലാത്ത, അല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങളില്ലാത്ത ഒരു നല്ലൊരു അനുഭവത്തെ കുറിച്ചാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഇതൊന്നും യോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ജലപ്രളയങ്ങളും ഉൾപ്പൊട്ടകളും മലയിടിച്ചുകളും പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ കയ്യിലെ പാപം പെരുകിയപ്പോൾ പാപം എല്ലാ മേഖലയിലും പെരുകി. മനുഷ്യൻ പാപത്തിന് അധീനമായി ശരീരത്തിൽ വസിച്ച് പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെട്ടു തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ സ്വസ്ഥത വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവീയ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അപ്പൊ യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ വിശ്രമം, അന്ന് കൊള്ളയ്ക്കോ കൊലപാതകത്തിനോ അവിടെ വാലാട്ടുവാൻ ആരുമില്ലായിരുന്നു. യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ കൊള്ളയ്ക്കോ കൊലപാതകത്തിനോ പിടിച്ചുപറിക്കോ മോഷണത്തിനോ കരിഞ്ചന്തയ്ക്കോ പൂഴിത്തുപ്പിനോ അഴിമതിക്കോ കൈക്കൂലിക്കോ വാലാട്ടുവാൻ വേണ്ടിയിട്ട് കൊലപാതകത്തിന് വാലാട്ടുവാൻ ആരുമില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കൊള്ളയ്ക്കും കൊലപാതകത്തിനും പിടിച്ചുപറിക്കും മോഷണത്തിനും അരാജകത്തിനും അഴിമതി കൈക്കൂലിക്ക് വേണ്ടി വാലാട്ടുവാൻ നടക്കുന്ന ഒരുപാട് ആടുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ശാപമാണ് ദേശത്തിന്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ചരിത്രം പഠിച്ചു നോക്കിയിട്ട് ദൈവവചനം കൂടെ പഠിക്കും. ദൈവവചനം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവവചനം വായിച്ചു നോക്കണം. ഈ ദൈവവചനത്തിൽ സത്യവചനത്തിൽ പറയാത്ത ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ദൈവം ദേശം സ്വസ്ഥമായിരുന്നു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു പോകുന്ന ചരിത്ര പുസ്തകം ഗുപ്തന്മാരുടെ കാലം സുവർണകാലം എന്നാ പറയുന്നത്. ഗുപ്തന്മാരുടെ കാലത്തെ സുവർണകാലം എന്നാ പറയുന്നത്. അപ്പം ഗുപ്തന്മാരുടെ കാലഘട്ടത്തെ സുവർണ കാലഘട്ടം എന്ന് വായിക്കാൻ കാരണം ഗുപ്തന്മാരെ കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിക്കുമ്പോൾ ആ നാളുകളിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ 60 വയസ്സുള്ള വൃദ്ധനായിരുന്നാലും 16 വയസ്സുള്ള യുവതിയായിരുന്നാലും തലയിൽ ഒരു പൊൻകൂടം വെച്ചുകൊണ്ട് രാത്രി 12 മണിക്ക് യാതൊരു ഭയമില്ലാതെ വെള്ളം കോരുവാൻ പോകാമായിരുന്നു. ആ കാലഘട്ടത്തിൽ കടകൾ കമ്പോളം അടയ്ക്കണ്ടായിരുന്നു. ഭവനങ്ങൾ അടച്ചുപൂട്ടിരേണ്ട കാലഘട്ടമല്ലായിരുന്നു. കാരണം ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ, അവരുടെ ഭരണകാലഘട്ടത്തിൽ, അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ സ്തോത്രം 60 വയസ്സുള്ളവനും 16 വയസ്സുള്ളവനും സ്വർണ്ണ പാനപാത്രം തലയിൽ വെച്ച് വെള്ളം കോരാൻ പോകുമെന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വസ്ഥതയുള്ള രാജ്യമായിരുന്നു, അനുഭവമായിരുന്നത്. അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാവുക നമുക്ക്. ഇന്നത്തെ കാലം 60 വയസ്സുള്ള ഒരാള് അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പൊൻകുടം വെച്ച് ഒരു സ്വർണ്ണപാത്രം വെച്ചുകൊണ്ട് വെള്ളം കോരാൻ അർദ്ധരാത്രി 12 മണിക്ക് പോലത്തെ സ്ഥിതി എന്തായിരിക്കും?
പേശോ എന്തിനേറെ നമ്മുടെ വീട് അടച്ചിട്ട് എവിടെയും പോകാൻ പറ്റുമോ? കട അടച്ചിട്ട് എവിടെയും പോകാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ കട രാവിലെ തുറന്നിട്ട് വൈകിട്ട് അടയ്ക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, വ്യാപാരി വ്യവസായിയോട് ചോദിക്കരുത്, നീ എന്തുകൊണ്ടാണ് കട രാത്രി അടച്ചിട്ട് പോകുന്നത്? നിനക്ക് കട അടയ്ക്കാതെ തുറന്നിട്ടിച്ച് പോയാലുള്ള കുഴപ്പമുണ്ടാ? എന്തുകൊണ്ടാണ് സഹോദരൻ നിങ്ങൾ വീട് അടച്ചുപൂട്ടി കിടക്കുന്നത്? നിങ്ങളുടെ വീടിനെന്താണ് നിങ്ങളുടെ ഫ്രണ്ട് വാലിലും ഒരു താഴിൽ 5-6 പൂട്ടുണ്ടല്ലോ, 5-6 പൂട്ടുള്ള താഴി നീയത്തിനെ വെക്കുന്നത്, പൂട്ടത്തിനെ ഉണ്ടാക്കുന്നത്? അപ്പം എന്തുകൊണ്ട് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലേക്ക് ഒരു കാലഘട്ടം ഇന്ന് ഇല്ല. യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം ഇന്ന് പിടിച്ചുപറിക്കാരും അഴിമതിക്കാരും കൈഞ്ഞത്തക്കാരും പൂഴ്ത്തിവെപ്പുകാരും കുലപാതകന്മാരും വോട്ടാക്കളും വ്യഭിചാരികളും പരസംഗക്കാരും സകല ദുർമാർഗക്കാരും പെരുകി. അതുകൊണ്ട് സ്വസ്ഥതയില്ല, വിശ്രമമില്ല. അതുകൊണ്ട് മനുഷ്യൻ എല്ലാത്തിനെയും അടച്ചുപൂട്ടുകയാണ്. പ്രൈസലോ. അപ്പൊ ഗുപ്തന്മാരുടെ കാലഘട്ടത്തെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പം അത് കാണാം, അന്ന് ആളുകളിൽ ദേശം വിശ്രമിച്ചിരുന്നു. യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ദേശത്തിന് വിശ്രമം വന്നതുപോലെ ഈ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും ദേശം വിശ്രാമത്തിലായിരുന്നു. അന്ന് ആഭ്യന്തര കലാപങ്ങളോ യുദ്ധങ്ങളോ ഇല്ലായിരുന്നു. വാലാട്ടി നടക്കുവാനും ആളില്ലായിരുന്നു. ദേശത്ത് നല്ല സമാധാനം. ഈ സമാധാനമാണ് കർത്താവ് നമ്മളിൽ തരാൻ ആഗ്രഹിക്കുന്നത്. അല്ലെ, ഇന്നും നമുക്ക് തന്നെ നാം രാജ്യമായിരിക്കുന്നത്. എന്താണ് രാജ്യം? ഇന്ന് നമുക്ക് തന്നെ നാം രാജ്യമാണ്. അപ്പൊ യഹോശാഫാത്തിന്റെ കാലം രാജ്യം സ്വസ്ഥമായിരുന്നു നമ്മൾ വായിച്ചത്. ഇന്നും നമുക്ക് തന്നെ നാം തന്നെയാണ് രാജ്യം. നമ്മളാണ് രാജ്യം എന്ന് പറഞ്ഞ് നമ്മളാണ് രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പുത്രനായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. ഇപ്പൊ ആരാണ് രാജ്യവാനാണ്? നമ്മളാണ്. ഒന്നുകൂടെ വായിക്കും. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് അലിയ എന്നതിലേക്കും മഹത്വവും ബലവും ആമേൻ എന്നാ പറയുന്നത്. ഇന്ന് രാജ്യം നമ്മളാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് രാജ്യം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രാജ്യം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നിടത്ത് വിശ്രാമ സ്വസ്ഥത ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് അടിപിടി? വീണ്ടെടുക്കപ്പെട്ടവർ കൂടുന്നിടത്ത് അടിപിടിയില്ല. വീണ്ടെടുക്കപ്പെടാത്തവർ കൂടുന്നിടത്ത് അടിപിടിയും കലാപങ്ങളും യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ വീണ്ടെടുപ്പിന് അനുഭവമുള്ള നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി വെടിപ്പാക്കി ദൈവം നമ്മെ രാജ്യവും പുരോഹിതനാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് വിശ്രമ സ്വസ്ഥതയുണ്ട്. വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ നിൽക്കുന്നവരുടെയിൽ സ്വസ്ഥത തന്നെയാണ്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ നാം പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. രാജ്യവും പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ നമ്മെ രാജ്യമാക്കി പുരോഹിതനാക്കി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വേദപുസ്തകം പഴയ നിയമത്തിൽ ഒരു കുടുംബം മാത്രം പൗരോഹിത്യ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ സ്വന്തം പൗരോഹിത്യ അവകാശത്തിൽ നിലനിന്നിരുന്നു. പഴയ നിയമത്തിലെ ഒരു കുടുംബം മാത്രം, ലേവ്യ പുരോഹിത കുടുംബം, അഹരോന്റെ കുടുംബത്തിന് മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന എല്ലാവരും രാജ്യവും പുരോഹിതന്മാരുമാണ്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന പാപത്തിന്റെ കറകൾ കഴുകി ശുദ്ധീകരണം വരുത്തിയ സകല ദൈവമക്കളും രാജ്യവും പുരോഹിതന്മാരുമാണ്. ഹല്ലേലൂയ. രാജ്യം എന്നിവിടെ പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ്. രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമായ രാജ്യം, ആ രാജ്യം എന്ന് പറയുന്ന ദൈവം നമ്മുടെ ഉള്ളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ രാജ്യമായി ദൈവം തന്റെ ജനത്തെ വേർതിരിച്ച് ദൈവജനത്തെ രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ എല്ലാവരും കൂടി വരുമ്പോൾ 4 ചുമരുകെട്ടുകൾക്ക് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ് ദൈവത്തിന്റെ പരമാധികാരം നടത്തേണ്ട സ്ഥലമാകേണ്ടത്. അല്ലാതെ ഇന്നത്തെ പോലെ സഭയ്ക്കകത്ത് അടിപിടി കലാപം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സഭയിൽ നടക്കുന്നതിന് നിങ്ങൾ ചോദിക്കും, ഓർത്തോണം, അവർ വീണ്ടെടുക്കപ്പെട്ടവരല്ല. സഭയ്ക്കകത്ത് അടിപിടി ഉണ്ടാക്കുന്ന പള്ളികൾ, അടിപിടി ഉണ്ടാക്കുന്ന പുരോഹിതനാകട്ടെ, പാസ്റ്ററാകട്ടെ, മെത്രാനാകട്ടെ, തിരുമേനിയാകട്ടെ, ഇനി ആരുമാകട്ടെ, സ്ഥാനമാനങ്ങൾക്ക് അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിൽ അടിപിടി ഉണ്ടാക്കുന്ന ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞ് വീണ്ടെടുപ്പ് പ്രാപിച്ചവരല്ല, വീണ്ടെടുക്കപ്പെട്ടവരല്ല, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരല്ല. യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് ദൈവം അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയിട്ടില്ല. അവർ സ്വയം പുരോഹിതന്മാരാക്കി തീർത്തത് ആയി മാറിയതാണ്.
അല്ലെ ആരെങ്കിലും ആക്കിയതാ. വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ വിശ്രമം ഉണ്ടാകും. വീണ്ടെടുപ്പ് നമ്മുടെ രാജ്യം, നമ്മുടെ ഉള്ളിലാണ് രാജ്യം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്രമ സ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ സഭ വിശ്രമ സ്വസ്ഥതയുണ്ട്. ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്നതാണ് നിന്റെ ഹൃദയത്തിന് ഹൃദയമെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഭവന സ്വസ്ഥതയുണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മളാണ് ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ് നമ്മുടെ ഹൃദയം. ഭൂമി സഭ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയിലെ ദൈവസഭ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുക. ഭൂമിയിലെ സഭ ദൈവരാജ്യത്തെ ഭൂമിയിലെ സഭ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ പരമാധികാരം നടത്തുന്ന ദൈവത്തിന്റെ മക്കളെ ആ സഭയുടെ പുരോഹിത സ്ഥാനത്ത് നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പുരോഹിത സ്ഥാനത്ത്, ദൈവസഭയുടെ പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പുരോഹിതന്മാർ, ദൈവം തെരഞ്ഞെടുത്ത് വെച്ച പുരോഹിതന്മാർ, അവർ യഹോശാഫാത്തിനെ പോലെ ഹല്ലേലൂയ ദൈവഭയവും ദൈവഭക്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്ത് സ്വസ്ഥത വിശ്രാമം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഹല്ലേലൂയ രാജ്യമാണ്. ദൈവത്തിന്റെ പരമാധികാരം നടത്തേണ്ട ഇടമാണ് നമ്മുടെ ഹൃദയം. ദൈവമക്കൾ ഒന്നിച്ചു കൂടി വരുന്നതിനെ ദൈവത്തിന്റെ രാജ്യം, സഭയെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയും. അവിടെ ദൈവത്തിന്റെ പരമാധികാരം ദൈവമക്കൾ ഒന്നിച്ച് രാജ്യവും പുരോഹിതന്മാരുമാണെന്നുള്ള അറിവോടെ വരണം. പ്രൈസലോ. അല്ലാതെ കസേരയുടെ 4 കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വരരുത്. ഹല്ലേലൂയ. കസേരയുടെ 4 കാലിന് വേണ്ടി ഇത്ര കാലമായി കടിപിടി തുടങ്ങിയിട്ട് പ്രൈസലോ. എന്ന് തീരുവോ ഈ കഷ്ടം? എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മഞ്ഞിലെ നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ ഇന്ന് വിശ്വാസികൾ പാടേണ്ട ഒരു പാട്ടായി. എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അങ്ങനല്ലേ? ദൈവസഭ കരയുക. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വിശ്വാസ പ്രമാണത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്ന ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന്റെ കറകളെ കഴുകി വിടിവിക്കപ്പെട്ട് ദൈവം നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് നിലവിളിയ കണ്ണുനീര. അവർക്ക് പാടാൻ പറ്റിയ പാട്ടായി. ഇന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മനിലെ, അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ഒരു കൂട്ടം ജനം പാപത്തിൽ തിമർത്താടി നടക്കുമ്പോൾ, പാപത്തിൽ അകപ്പെട്ട് നടക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് സ്വസ്ഥതയില്ല, വിശ്രമമില്ല. നമ്മുടെ ഭവനത്തിൽ വിശ്രമമില്ല, സ്വസ്ഥതയില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വിശ്രമമില്ല, സ്വസ്ഥതയില്ല. ഭരണ സംവിധാനങ്ങളിൽ സ്വസ്ഥത, വിശ്രമമില്ല. രാജ്യത്തിനകത്ത് രാഷ്ട്രങ്ങളിൽ ഭരണ സംവിധാനത്തിൽ സ്വസ്ഥതയില്ല. എല്ലാം തകർന്ന തരിപ്പണമായി മനുഷ്യൻ കലിതുള്ളി നടക്കുക. സ്തോത്രം. പ്രൈസലോ. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവസഭയെന്ന് പറയുന്നത് അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു രാജ്യമാണ്. ഹല്ലേലൂയ. ദൈവസഭയെന്ന് പറയുന്നത് അച്ചടക്കവും ചിട്ടയുള്ളതാണ്. ദൈവത്തിന്റെ രാജ്യമായിരിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരം നടത്തുവാൻ ദൈവം നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി മാറ്റിയപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അച്ചടക്കം ഉണ്ടായിരിക്കണം. അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം. അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു ജീവിതം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ കുടുംബം ഐശ്വര്യവേ മാറും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, സഹോദരി, എത്ര കാലമായി നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത കണ്ടിട്ട്, വിശ്രാമം കണ്ടിട്ട്? നിന്റെ സഭയ്ക്കകത്ത് സ്വസ്ഥത വിശ്രാമമുണ്ടോ? നീ പാർക്കുന്ന ദേശ സ്വസ്ഥത വിശ്രാമമുണ്ടോ? നിന്റെ അയൽവാസികളെ കൊണ്ട് നിനക്ക് സ്വസ്ഥതയും വിശ്രാമമുണ്ടോ? നിന്റെ കുടുംബ ജീവിതത്തിനൊക്കെ സ്വസ്ഥതയും വിശ്രാമമുണ്ടോ? എല്ലായിടത്തും കാര്യതുള്ളി നിൽക്കുന്ന ഒരു അനുഭവമല്ലേ? വാളെടുത്ത് പോരാടുന്നത് പോലെ മനുഷ്യൻ നാവ് അമരെടുത്ത് കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ആമൻ രാജ്യം സ്വസ്ഥമായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ ആ രാജ്യം നമ്മളാണ്. അതാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞത്. ദൈവം നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നതേക്കിൽ മഹത്വം ഒരു സ്തോത്രം പറഞ്ഞത്. അതെ, നമ്മൾ രാജ്യമാണ്, ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവം തന്റെ രാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ യഹോശാഫാത്തിനെ പോലെ മറ്റുള്ളൊരു ആദരവ് കാണിക്കണം. യഹോശാഫാത്ത് ദൈവവും ദൈവത്തിനും തന്റെ കാലഘട്ടത്തിൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് മനുഷ്യരുടെ വളരെ ആദരവുള്ളവനായിരുന്നു. പ്രൈസലോ. അതുകൊണ്ടാണ് യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തര കലാപം, യുദ്ധങ്ങളും ഉണ്ടാകാതെ യഹൂദയ്ക്ക് ഇസ്രായേലിന്റെ വലിയ സ്വസ്ഥത ഉണ്ടായത്. പ്രൈസ്. ഞാനിത് ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പരവധി ദൈവദാസന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത്. അപ്പൊ ഞാനും ചിന്തിച്ചു, ഞാനല്ലേ ദൈവത്തിന്റെ രാജ്യം? ദൈവമല്ലേ ദൈവത്തിന്റെ രാജ്യം പുരോഹിതമാക്കി മാറ്റിയത്? അപ്പൊ എന്റെ ഉള്ളിലല്ലേ ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലം? എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ 4 ചുവരുകൾക്കകത്ത് എന്നെ പോലെ ആ ദൈവത്തിന്റെ രാജ്യം പുരോഹിതന്മാരുമായിരിക്കും ഒന്നിച്ചു കൂടി വരുമ്പോൾ അവരെല്ലാവരും കൂടി എന്ത് ചെയ്യണം? വിശ്രമവും സ്വസ്ഥതയുമുള്ള
അനുഭവമായിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, വാക്ക് തർക്കങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. സഭ ശുദ്ധീകരിക്കപ്പെടണം, സഭ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവമക്കൾ ഈ നാളുകളിൽ മടങ്ങി വരുന്ന ക്രൈസ്തവ സമൂഹം മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ക്രൈസ്തലോ മാനസാന്തര യോഗ്യമായി ഫലം കായിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞ, അപ്പൊ ദൈവം നമ്മെ എന്ത് ചെയ്തു? നാമേ സ്തോത്രം, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. അതുകൊണ്ട് പത്രോസ് അത് പറഞ്ഞു, ആമേ പറഞ്ഞു, 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: നിങ്ങളോ അന്ധകാരത്തിലും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവുമാകുന്നു. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അല്ലെ, നമ്മൾ ആരാണ്? മുമ്പേ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിൽ നിന്നും അല്ലരിയ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ ഇരുളിന്റെ ആധിപത്യത്തിൽ ഇരുളിൽ കിടന്ന പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിച്ചിരുന്ന നിങ്ങളെയും അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, തന്റെ യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷമായി ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അല്ലുരിയ മത്തായി യേശുക്രിസ്തു ഗിരിപ്രവർത്തനം ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു. അല്ലുരിയ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുവന്നതാ ദൈവം. അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശം, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ വേണം ഘോഷിപ്പാൻ. നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ രാജ്യമായി പുരോഹിതനാക്കി തീർത്തത്. അപ്പം വിളിച്ചവൻ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യം, രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ വംശമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴും ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ ഇപ്പോഴും കരുണ ലഭിക്കും. മുമ്പ് നമ്മള് ജനമല്ലാത്തവരായിരുന്നു. സ്തോത്രം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. മുമ്പ് നമ്മൾ കാടന്മാരായിരുന്നു വേണം പറയാൻ. നമ്മുടെ സ്വഭാവ രീതി, ഗുണങ്ങള്, വാക്കുകൾ, പ്രവൃത്തിയെല്ലാം വേറെയായിരുന്നു. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ജനമായി, രാജ്യമായി മാറിക്കഴിഞ്ഞപ്പോൾ മുമ്പുള്ളതിനെ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ദൈവത്തിന്റെ രാജ്യമായി പുരോഹിതനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പുള്ളതിനെ വിടണം. മുമ്പ് നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, കരുണയില്ലാത്തവരായിരുന്നു. ഇന്നും ജനമല്ലാത്തവരും കരുണയില്ലാത്തവരും സഭ ഭരിച്ചാലും വീട് ഭരിച്ചാലും രാജ്യം ഭരിച്ചാലും അവിടെയെല്ലാം അരാജകത്വമായിരിക്കും. ജനമല്ലാത്തവർക്ക് ജനത്തെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലല്ലോ, കരുണയില്ലാത്തവന് സങ്കടം അറിയാൻ പറ്റത്തില്ലോ. ഇപ്പം കരുണയില്ലാത്തവരും ജനമല്ലാത്തവരും നമ്മുടെ കേരളം ഭരിച്ചാലും രാജ്യം ഭരിച്ചാലും രാഷ്ട്രങ്ങൾ ഭരിച്ചാലും വീട് ഭരിച്ചാലും സഭ ഭരിച്ചാലും ഓരോരുത്തരും സ്വസ്ഥതയും വിശ്രമം ഉണ്ടാകത്തില്ല. അത് മനസ്സിലാക്കിയ കർത്താവ് നമ്മെ അന്ധകാരത്തിന് വിടുവിച്ച് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, നീ എന്റെ രാജ്യമാണ്, നീ എന്റെ പുരോഹിതനാണ്, എനിക്ക് പരമാധികാരം നടത്തുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ മാനസാന്തരപ്പെടണം. ഞാൻ സുവിശേഷമാണ് പറയുന്നത് കേട്ടോ. പ്രൈസലോ. അല്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് നിങ്ങളുടെ പേഴ്സെടുത്ത് നോക്ക്. അതിപ്പം വർദ്ധിക്കും. നിങ്ങളുടെ കാതിലും കഴുത്തിലും കിടക്കുന്നതിനെ ഊരിക്കൊണ്ടുപോവാ. നിങ്ങളുടെ പേഴ്സലൂടെ കൊണ്ടുവെക്ക്. പേഴ്സൽ ഏറ്റവും മുഴുത്തത് എടുത്ത് വലത്തുകൈ പിടിച്ച് പൊക്കിപ്പിടി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഹല്ലേലൂയ. അതൊക്കെ പിന്നെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ രാജ്യമായി മാറും. ദൈവത്തിന്റെ പരമാധികാരം നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന ഒരനുഭവത്തിലേക്ക് നീ വരണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മുമ്പ് നീ ജനമല്ല, ഇപ്പോഴും നീ ജനമല്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് 49 സംഖ്യ 20 വാക്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ നശിച്ചു പോയാൽ പിന്നെ മൃഗത്തിന് തുല്യനാ. അതാ മുമ്പ് നിങ്ങൾ ജനമല്ലായിരുന്നു, മൃഗത്തിന് തുല്യരായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും ദൈവത്തിന്റെ ജനമായി ദൈവത്തിന്റെ രാജ്യം പുരോഹിതനാണെങ്കിൽ നിന്റെ ഹൃദയം വെടിപ്പായി മാറണം. യഹോശാഫാത്തിനെ പോലെ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ രാജ്യം, അവരുടെ കാലഘട്ടത്തിൽ ആ സംവിധാനത്തിൽ എല്ലാവരും സ്വസ്ഥതയായിരുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യും. നമുക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ. ദൈവത്തിന് ഇന്ന് നാം തന്നെ രാജ്യമായിരിക്കുന്നു. എല്ലാവരും ഈ നാട്ടിലെ രാജാക്കന്മാരാണ്. നാം രാജ്യം പുരോഹിതന്മാരുമായിരിക്കുന്നു. നാം കർത്താവിനെ അനുസരിച്ചു അവന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്കുള്ളിൽ വലിയ വിശ്രാമം കർത്താവ് നൽകും.
നമ്മൾ കർത്താവിനെ അനുസരിച്ച് ദൈവത്തിന് പ്രമാണത്തിൽ നിൽക്കുമ്പോൾ വീണ്ടെടുപ്പിന് അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ വിശ്രാമവും സ്വസ്ഥതയും കർത്താവ് നൽകും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് മോശയോട് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വസ്ഥത കൽപ്പിച്ചല്ലും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം അലയടിക്കുകയില്ല, വേദനപ്പെട്ട് കാണയില്ല. ദാവീദിനെ കുറിച്ച് ദൈവം എന്താണ് പറഞ്ഞത്? യഹോവയായ ദൈവം ദാവീദിനെ കുറിച്ച് 2 ശമൂവേലിന്റെ പുസ്തകം 7:11 പറഞ്ഞു. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് 2 ശമൂവേലിന്റെ പുസ്തകം 7:11 പറയാം. 2 ശമൂവേൽ 7:11, ഞാൻ നിന്റെ സകല ശത്രുക്കളെ അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. ഒരിക്കലും പാപം ചെയ്തോ അഥവാ ധൈര്യപൂർവ്വം അതിക്രമങ്ങൾ അകപ്പെട്ടോ ഹൃദയത്തിന്റെ സ്വസ്ഥതയെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നീ പാപം ചെയ്ത് പാപത്തിന് അധീനമായി ശരീരദിവസത്തിന്റെ ഹൃദയത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുവൻ പാപം ചെയ്യുമ്പോൾ പാപത്തിന് മാത്രമല്ല സാത്താൻ അടിമയായി മാറുകയാണ്. അടിമയായിരിക്കുന്ന അവൻ ഒരിക്കലും വിശ്രമം പ്രാപിക്കാൻ കഴിയത്തില്ല. നിന്റെ ഉള്ളിൽ പാപം വർദ്ധിക്കുമ്പോൾ, പാപത്തിന്റെ സ്വഭാവം വർദ്ധിക്കുമ്പോൾ, നീ ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾ കഴിച്ചു പോകുമ്പോൾ നിന്റെ ഉള്ളിൽ പാപം വർദ്ധിക്കും. നീ സാത്താന്റെ അടിമയായി മാറുന്നു. നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് കുടുംബങ്ങൾ മുഴുവൻ കലഹിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കാഠിന്യ ദാസ്യം നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നിന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:3 പറയുന്നത്. ബാബേലിൽ വന്ന ന്യായവിധി, ബാബേലിൽ കിടക്കുന്ന ജനത്തിന്റെ വിടുതലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബാബേലിന് ദൈവം വലിയ ന്യായവിധി വെച്ച് തോൽവി വന്നു. എന്നാൽ അവിടെ പ്രവാസത്തിൽ കടന്ന ജനത്തെ വിടിവിച്ചപ്പോൾ ദൈവം പറയുകയാണ്, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം തരും. അതെ, പാപം നീക്കിക്കളയുവാൻ അടിമത്തമില്ലാതാകും. പാപം നിന്റെ ഉള്ളിൽ നീക്കിയാൽ നിന്റെ ഉള്ളിൽ അടിമത്തം മാറിപ്പോകും. വിടുതൽ സ്വാതന്ത്ര്യം കർത്താവ് നിനക്ക് വിശ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതെ സ്നേഹിത, ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് വായിച്ച വചനം? വ്യവസ്ഥപ്പാത്തിനുള്ള ബന്ധത്തിലാണല്ലോ വായിച്ചത്. 2 ദിനവൃത്താന്ത പുസ്തകം 20:30 ഇങ്ങനെ അവന്റെ ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. അതെ, നമ്മുടെ കുടുംബം സ്വസ്ഥമായി മാറട്ടെ, നമ്മുടെ കേരളം സ്വസ്ഥമായി മാറട്ടെ, നമ്മുടെ ഭാരതം സ്വസ്ഥമായി മാറട്ടെ, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ സ്വസ്ഥമായി മാറട്ടെ, നമ്മുടെ സഭ സ്വസ്ഥമായി മാറട്ടെ, നമ്മുടെ ജോലി സ്ഥലം സ്വസ്ഥമായി മാറട്ടെ. എല്ലാറ്റിനേക്കാളുപരിയായി പാപത്തിന് അധീനമായ ശരീരത്തിൽ പാപം വസിച്ച് നീ പാപത്തിനടിമയെ സാത്താന്റെ അടിമയെ മാറാതെ ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. യോശാഫാത്ത് ദൈവവും ആ കാലം ജനത്തെ ആദരിച്ചുകൊണ്ട് ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും ഇല്ലാതെ ആ ദേശം സ്വസ്ഥമായിരുന്നു. കണ്ണൽ വിളച്ചാട്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ആഗ്രഹിക്കുക. നീ ദൈവത്തിന്റെ രാജ്യമാണ്, ദൈവത്തിന്റെ പുരോഹിതയാണ്. ദൈവത്തിന്റെ പരമാധികാരം നടത്താൻ വേണ്ടിയാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. സാത്താൻ നീ അടിമയായി മാറരുത്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനോട് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ സഭയിലും നിന്റെ ദേശം ദൈവ സ്വസ്ഥത നൽകും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സൗഖ്യം പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ത്ത ലോകം പാടുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കായി, ഹൈന്ദവ വിശ്വാസികൾ, ഇസ്ലാം വിശ്വാസികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാരെ ഓർത്ത് പ്രാർത്ഥന, പേർഷമതക്കാരെ, ജാതി മത വർഗവർണ്ണ വ്യത്യാസം മുന്നിലോട്ട് കൊട്ടാരത്തിൽ വരെ പണക്കുന്ന എല്ലാ കോടീശ്വരന്മാരടക്കമുള്ള എല്ലാ ധനാഢ്യന്മാരെയും കർത്താവ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും യൗവന വാർത്തയിൽ തടവറയിലായിരിക്കുന്ന സകല സകല ജനങ്ങളെയും കർത്താവ് എടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ പാപത്തിന്റെ അടിമത്തം വിട്ട് പാപത്തിന്റെ ദാസന് വിടിവിക്കപ്പെട്ട് പുത്രനായ യേശുവിന്റെ സ്വാതന്ത്ര്യം വരുത്തി അന്ധകാലത്ത് വിടിക്കപ്പെട്ട് കർത്താവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ രാജ്യം പുരോഹിതമായി മാറി. യോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ രാജ്യം സ്വസ്ഥമായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ദേശങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ വാല്യൂ എല്ലാം മേൽ സ്വസ്ഥത അനുഭവിപ്പാൻ ഒരുക്കണമേ. സാത്താന്റെ തന്ത്രങ്ങൾ ജനം വിടിവിക്കപ്പെടുവാണ്ടായിരുന്നു. സാത്താന്റെ തന്ത്രങ്ങൾ ജനം വിടിവിക്കൽ സ്വതന്ത്രമായി തീരുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ഭൗത്യം ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.